ഹായ് ഫ്രണ്ട്സ്. റീസെന്റ് എന്നെ കോൺടാക്ട് ചെയ്ത ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇ കൊമേഴ്സ് സൈറ്റ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ? നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള സൈറ്റുകളിലാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ ത്രൂ സെല് ചെയ്യാനും അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾക്കാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഏതാണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈ എന്ന വെബ്സൈറ്റ്. ഷോപ്പിഫൈയുടെ ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എറ്റ് എ ടൈം എത്ര കസ്റ്റമേഴ്സ് നമ്മളൊരു സൈറ്റിലേക്ക് എത്തി പ്രൊഡക്റ്റ് വാങ്ങാൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ സൈറ്റ് ഡൗൺ ആവുമോ, ഹാങ് ആവുമോ, സ്ലോ ആവുമോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല നമ്മളൊരു അഡീഷണൽ സർവർ വാങ്ങേണ്ട പ്രശ്നം വരുന്നില്ല. ഷോപ്പിഫൈ അതിന്റെ ഇതിൽ തന്നെയാണ് ആ ഒരു സർവർ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഷോപ്പിഫൈയിൽ ഒത്തിരി ടെംപ്ലേറ്റ്സ്, പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവരാണ്. ആ ടെംപ്ലേറ്റ്സ് നമുക്ക് നമ്മളെ സൈറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളിലേക്കുള്ള ഇന്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ പേയ്മെന്റ് ഗേറ്റ്വേസ് ഓൾമോസ്റ്റ് എല്ലാ പേയ്മെന്റ് ഗേറ്റ്വേസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഷോപ്പിഫൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പിഫൈന്റെ സപ്പോർട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഷോപ്പിഫൈ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഷോപ്പിഫൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പിഫൈ എന്ന് പറഞ്ഞ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഷോപ്പിഫൈൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഷോപ്പിഫൈൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷോപ്പിഫൈനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന സാധനം ഇതിന്റെ പ്രൈസിങ് എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രൈസിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈക്ക് മെയിൻ ആയിട്ട് 4 രീതിയിലുള്ള പ്രൈസിംഗ് ആണ് വരുന്നത്. ബേസിക്, ഷോപ്പിഫൈ, അഡ്വാൻസ്ഡ്, പ്ലസ് എന്നുള്ളത്. ഇതിൽ പ്ലസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. കാരണം അത് അത്രയും വലിയ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് അതെന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ബേസിക്, ഷോപ്പിഫൈ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്ലാൻ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഷോപ്പിഫൈക്ക് ശരിക്കും രണ്ട് രീതിയിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഒന്നെങ്കിൽ ഇയർലി പ്ലാൻ എടുക്കാം, അല്ലെങ്കിൽ മന്ത്ലി പ്ലാൻ എടുക്കാം. മന്ത്ലി പ്ലാൻ എടുക്കുന്ന സമയത്ത് ബേസിക്കിന് 1994 ഷോപ്പിഫൈ എന്നുള്ള പ്ലാനിന് 7447 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഇയർലി പ്ലാനിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു എമൗണ്ട് പറയുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ഈ ഒരു എമൗണ്ട് കാണുമ്പോൾ വീണ്ടും ഒന്നും മടിക്കും. സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു എമൗണ്ട് കൊടുക്കണ്ടേ, അപ്പൊ ഇത് സക്സസ് ആവുമോ, എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് പലരും മടിക്കാറില്ല. പക്ഷെ ഇനി ഈ ഒരു ടെൻഷൻ വേണ്ട. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷോപ്പിഫൈയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്ക്രിപ്ഷനിൽ ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 3 ദിവസം നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ആദ്യത്തെ 3 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും ഷോപ്പിഫൈ ഉപയോഗിക്കാൻ പറ്റുക. അതായത് വേറെ കാർഡോ പേയ്മെന്റ് ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് 3 ദിവസത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനുശേഷം ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് വെറും 20 രൂപയ്ക്ക് ഷോപ്പിഫൈ യൂസ് ചെയ്യാം. അതായത് വെറും 20 രൂപ മാത്രം. നിങ്ങൾ അത് ബേസിക് പ്ലാൻ ആണെങ്കിലും ഷോപ്പിഫൈ പ്ലാൻ ആണെങ്കിലും ഇനി അഡ്വാൻസ്ഡ് പ്ലാൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അവിടെ വെറും 20 രൂപയ്ക്ക് ഒരു മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് മന്തിന് ശേഷമാണ് നിങ്ങൾ ഏത് പ്ലാൻ ആണോ ചൂസ് ചെയ്യുന്നത് ആ പ്ലാനിന്റെ ഒരു പ്രൈസിംഗിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് വെറും 20 രൂപയ്ക്ക് ഷോപ്പിഫൈ യൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് എത്തിക്കാം. നിങ്ങൾക്ക് അതിന്റെ പർച്ചേസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കംഫർട്ട് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സെക്കൻഡ് മന്ത് മുതൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ഇതിൽ നിങ്ങൾക്ക് ആകെ അഡീഷണൽ വരുന്ന ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ ഏതാ ബെസ്റ്റ് വെബ്സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഗോഡാഡി എന്ന് പറഞ്ഞുള്ള സൈറ്റാണ്. കാരണം ഗോഡാഡി കുറച്ചും കൂടി സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ബെറ്റർ ആണ്. ഗോഡാഡി എന്ന് വാങ്ങുന്ന സമയത്ത് ഗോഡാഡിയിൽ വലിയ എമൗണ്ടും നമുക്ക് പലപ്പോഴും ഡൊമൈന് വരാറില്ല. ചെറിയ ചെറിയ എമൗണ്ടിന് നമുക്ക് ഗോഡാഡിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈ തന്നെയായിരിക്കും. കാരണം ഷോപ്പിഫൈ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കുറവാണ്. മറ്റേ വൂകോമേഴ്സ് അല്ലെങ്കിൽ വേർഡ് പ്രസ്സിലൊക്കെ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന അത്രയും ഡിഫിക്കൽട്ടീസ് ഷോപ്പിഫൈനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഷോപ്പിഫൈ റിലേറ്റഡ് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.